അത് പൊട്ടി. ചിലരൊക്കെ ഇത് പൊട്ടിയിട്ട് ചെറിയൊരു കാക്കലേ ഉള്ളൂ, നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ തുടച്ചിട്ട് ഈ കറയൊന്നും പോണില്ല. ഇത് അതിൽ ശരിക്കും പിടിച്ചിട്ടുള്ള കറ തന്നെയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് എന്റെ കൈ വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് കറ പോയി നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ഇത് പൊട്ടെന്ന് പറഞ്ഞിട്ടെ. അതായത് കാന്തം അട്രാക്ട് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഇതിൽ വർക്ക് ചെയ്യും. പക്ഷെ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉള്ളിൽ കേടുവരാനും അതുപോലെ ഷോർട്ട് സർക്യൂട്ട് ആവാന്, തീപിടുത്തം ഉണ്ടാവാന്, ഷോക്ക് അടിക്കാന് ഒക്കെ സാധ്യതയുണ്ട്. ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കണം, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, ഒരു ഇൻഡക്ഷൻ കുക്കർ പൊട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ പിന്നീട് ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ലേ, ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം, അതുപോലെ അത് എങ്ങനെയൊക്കെയാണ് പൊട്ടാൻ സാധ്യതയുള്ളത്, ഇൻഡക്ഷൻ കുക്കർ ക്ലീൻ ചെയ്യുന്നതിൻ്റെ കുറച്ച് ടിപ്സും കൂടിയാണ് കേട്ടോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനൊരു വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയോ, എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഇംപെക്സിൻ്റെ ഇൻഡക്ഷൻ കുക്കർ ഉണ്ടല്ലോ, അത് പൊട്ടി. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ കാണിച്ച എൻ്റെ പുതിയ ഈസി കുക്കിൻ്റെ ഇൻഡക്ഷൻ കുക്കർ കിട്ടിയപ്പോൾ ഞാൻ പഴയത് പൊട്ടിച്ചതാണെന്ന്. അല്ല കേട്ടോ, അത് എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിയതല്ല. എനിവേ അത് പൊട്ടിപ്പോയി. പൊട്ടിയതിനെ കുറിച്ചൊന്നും നമ്മൾ ഇനിയിപ്പോൾ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഏതായാലും പൊട്ടിപ്പോയി. അപ്പോൾ പിന്നെ വല്ലഭന് പുല്ലും ആയുധം പറഞ്ഞ പോലെ പൊട്ടിയ സ്ഥിതിക്ക് എന്നാൽ പിന്നെ പൊട്ടിയതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ചിലരൊക്കെ ഇത് പൊട്ടിയിട്ട് ചെറിയൊരു ക്രാക്കല്ലേ ഉള്ളൂ, നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർക്ക് ഒരു വാർണിംഗും കൂടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അതായത് ഇതിപ്പോൾ പൊട്ടിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ. മാത്രമല്ല ഇതിൽ നിറയെ കറ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആ വൈറ്റ് ഇൻഡക്ഷൻ കുക്കർ കാണിച്ച സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇത് റെഗുലർ ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം. അപ്പോൾ കറക്റ്റ് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ കറ പിടിക്കും. ഞാൻ വിചാരിച്ചിരുന്നത് വൈറ്റ് ആകുമ്പോൾ പെട്ടെന്ന് കറ പിടിക്കുന്നതാണ് കേട്ടോ. പക്ഷേ ആ വീഡിയോ ചെയ്തതിന് ശേഷം ഞാൻ ഇത്രയും ദിവസം വൈറ്റ് ഉപയോഗിച്ചിട്ട് എനിക്കിതുവരെ അത് കറ പിടിക്കണ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. അതിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കുക്കിംഗ് കഴിഞ്ഞ് നമ്മളത് എടുത്ത് വെക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇതിപ്പോൾ അങ്ങനെ നമ്മൾ ഡെയിലി ക്ലീൻ ആക്കാത്തത് കൊണ്ട് ഇതിൽ കറ പിടിച്ചിട്ടുണ്ട്. മീൻസ് നന്നായിട്ട് കറ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നടുക്ക് എഴുതിയിട്ടുള്ള ഇംപെക്സിന് എഴുതിയിട്ടുള്ള എഴുത്തൊക്കെ ഉണ്ടല്ലോ, അത് കറക്റ്റ് ആ ഒരു പ്യുവർ വൈറ്റ് കളറിലൊന്നുമല്ല ഇപ്പം കാണുന്നത്. അതൊരു എന്താ പറയുക, കറ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു മഞ്ഞ കളറ്, മഞ്ഞയും കാപ്പിയൊക്കെ കളർന്നിട്ടുള്ള ഒരു കളറാണ് ഇപ്പം കാണുന്നത്. അതുപോലെ തന്നെ ഇതിൽ രണ്ട് വട്ടം വരുന്നില്ലേ, ആ വട്ടത്തിനകത്ത് ആ ഉള്ളിലുള്ള വട്ടം, നമ്മളെപ്പോഴും പാത്രം വെക്കുന്ന കൂടുതൽ ചൂടാവുന്ന ആ ഭാഗത്തുള്ള വട്ടമൊക്കെ ആ കളറൊക്കെ പോയിട്ട് വേറൊരു കളറായി മാറിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇങ്ങനെ ഒരു ഡോട്ട് ഡിസൈൻ ആണല്ലോ ഉള്ളത്. ആ ഡോട്ടൊക്കെ സെൻറ്ററിലുള്ള ഭാഗത്തൊക്കെ ഒരു മങ്ങി ആകെ വൃത്തികേടായിട്ടാണ് കേട്ടോ ഇതിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈസി കുക്കിൻ്റെ അൺബോക്സിങ് വീഡിയോ കാണിച്ചപ്പോൾ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടില്ലായിരുന്നോ, ഇത് ക്ലീൻ ആക്കേണ്ടത് നമ്മൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ്, അല്ലാതെ സ്ക്രബ്ബർ വെച്ചിട്ട് സ്ക്രബ് ചെയ്യുമോ അല്ലെങ്കിൽ പൈപ്പിൻ്റെ ചോട്ടിൽ കാട്ടിയിട്ട് കഴുകി കളയൊന്നും പാടില്ല എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ക്ലീൻ ആക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് നമ്മുടെ വൈറ്റ് ടൂത്ത് പേസ്റ്റ് ആണ് കേട്ടോ. ഈ ഒരു ടൂത്ത് പേസ്റ്റ് കുറച്ച് ഇതിൻ്റെ മുകളിലാക്കിയിട്ട് ഒരു നനഞ്ഞ തുണി മീൻസ് അതിൽ ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല, നന്നായിട്ട് നനച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ആ പിഴിഞ്ഞ തുണി കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തുടച്ചൊഴിവാക്കേണ്ടത്. അപ്പം ഞാൻ ആദ്യം ഇപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഞാനൊന്ന് തുടച്ച് നോക്കുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ തുടച്ചിട്ട് വല്ലാണ്ട് അങ്ങ് അമർത്തണില്ല, കാരണം ഇത് ഓൾറെഡി പൊട്ടിക്കിടക്കുകയാണല്ലോ. പക്ഷെ തുടച്ചിട്ട് ഈ കറയൊന്നും പോണില്ല. ഇത് അതിൽ ശരിക്കും പിടിച്ചിട്ടുള്ള കറ തന്നെയാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ 1-2 പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ജസ്റ്റ് വെറുതെ തുടച്ച് നോക്കി, പക്ഷെ തുടച്ചിട്ട് അത് പോണില്ല. അപ്പം ഇനി നമുക്ക് പേസ്റ്റ് വെച്ചിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം, ഇത് പോണുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് പേസ്റ്റ് ആക്കി കൊടുക്കാണ് കേട്ടോ. ഈ ഒരു പേസ്റ്റ് ആക്കിയതിന് ശേഷം ഇത് ഞാൻ ഈ കറയുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് എൻ്റെ കൈ വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഇപ്പോൾ തൽക്കാലം സ്പഞ്ചൊന്നും ഉപയോഗിക്കണില്ല. നമ്മൾ ഈ പാത്രം ഒരുക്കുന്ന ആ സ്പഞ്ചൊന്നും ഉപയോഗിക്കാതെ തന്നെ ഞാൻ ജസ്റ്റ് എൻ്റെ കൈ വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് കൈ കൊണ്ടൊന്ന് പരത്തി ഇത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം നമുക്കിത് നന്നെ തുണി വെച്ചിട്ടൊന്ന് തുടച്ച് നോക്കിയാൽ ഇത് കറ പോകുന്നുണ്ടോയെന്നൊന്ന് അറിയാലോ. നമ്മളുണ്ടല്ലോ ഈ പൈപ്പിൻ്റെ ചോട്ടിൽ വെള്ളത്തിൻ്റെ അടിയിൽ കാണിച്ചിട്ട് ഉരച്ച് കഴുകാൻ പറ്റാത്ത സാധനങ്ങൾ, അതായത് മിക്സി, ഇതുപോലെ ഇൻഡക്ഷൻ കുക്കർ, അതുപോലെ ഓവൻ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ചിലപ്പോൾ നമുക്ക് ക്ലീൻ ആക്കണമെന്നൊന്നും തോന്നൂല, അതിനകത്ത് പ്രത്യേകിച്ചൊന്നും കാണുന്നുണ്ടാവില്ല, കറയൊന്നും കാണുന്നുണ്ടാവില്ല. എന്നാലും നമ്മൾ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുക. കാരണം അതിൻ്റെ അകത്തുള്ള കറയും മറ്റുമൊക്കെ ഗ്രാജുവലി നമ്മൾ ഇന്ന് കുഴപ്പമൊന്നുമില്ല, എന്നിങ്ങനെ നിന്നോട്ടെ, നാളെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നിന്നോട്ടെ, അങ്ങനെ കുറച്ച് ദിവസം വെക്കുമ്പോഴാണ് ശരിക്കും ആ കറ വിസിബിൾ ആയിട്ട് വരുള്ളൂ. അങ്ങനെ നന്നായിട്ട് കറ പിടിച്ച് കാണുന്ന സമയത്ത് നമ്മൾ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പഴയ പോലെ നമുക്ക് വൃത്തിയിലാക്കി എടുക്കാൻ പറ്റിയെന്ന് വരൂല കേട്ടോ. ഇതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ നമുക്ക്. കാരണം നമുക്ക് പൈപ്പിൻ്റെ ചോട്ടിൽ വെച്ച് നല്ല റഫായിട്ട് കഴുകി വൃത്തിയാക്കാനൊന്നും പറ്റാത്ത സാധനങ്ങളല്ലേ. ഇതിപ്പോൾ ഞാൻ
ഈ തുണി വെച്ചിട്ട് നന്നായിട്ട് നനച്ച് തുടച്ചിട്ടോ. പക്ഷേ ഇത് നനച്ച് തുടച്ചിട്ട് ഏറെക്കുറെയൊക്കെ വൃത്തിയായി, കുറേ കറയൊക്കെ അങ്ങ് പോയി കിട്ടി. എന്നാലും ഇനിയും കുറേ വൃത്തിയാവാനുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നന്നായി തുടച്ച് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. പിന്നെ ഇത് തുടക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ഭയങ്കര ശക്തിയിൽ അങ്ങ് തുടക്കുകയൊന്നും ചെയ്യരുത്. കാരണം ഇത് ഗ്ലാസ് ആണെന്നുള്ളൊരു ബോധം എല്ലാവർക്കും വേണം. എന്നിട്ട് ഞാനിപ്പോൾ തുടച്ച് കഴിഞ്ഞിട്ട് ഇത് കണ്ടില്ല, ബിഫോർ ആൻഡ് ആഫ്റ്റർ ലുക്ക്. ബിഫോർ നിങ്ങൾ കണ്ടല്ലോ, നന്നായിട്ട് കറ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏറെക്കുറെയൊക്കെ വൃത്തിയായി. എന്നാലും കംപ്ലീറ്റ് വൃത്തിയായി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഇംബെക്സ് എന്ന് എഴുതിയത് ആ എഴുത്തിൻ്റെ മേലേക്ക് എപ്പോഴും കറയുണ്ട്. കാരണം അതൊരു വൈറ്റ് എഴുത്താണല്ലോ, അപ്പോൾ അതിൻ്റെ മേലെ എപ്പോഴും കറ കാണുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ആ ചുറ്റിനുള്ള ആ വട്ടം അതും വൈറ്റ് കളറാണ്, അതിന്മേലും കറ ഇപ്പോഴും കാണുന്നുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ ഒരുപാടങ്ങ് വെള്ളം യൂസ് ചെയ്യാനൊക്കെ വയ്യ, നല്ലോണം പിഴിയേണ്ടി വരും. കാരണം ഇത് ഓൾറെഡി ഇവിടെ ഇങ്ങനെ പൊട്ടിക്കിടക്കുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടി നല്ല ശ്രദ്ധയോടെയാണ് കേട്ടോ ഞാൻ തുടച്ചതൊക്കെ. ഏതായാലും തുടച്ച് കഴിഞ്ഞതിന് ശേഷം കുറേയൊക്കെ വൃത്തിയായെങ്കിലും പഴയതുപോലെ വൃത്തിയായിട്ടില്ല. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ ചായ ഒക്കെ കുടിക്കുമ്പോൾ ചായൻ്റെ അരിപ്പയൊക്കെ ഉണ്ടല്ലോ, ഈ അരിപ്പയൊക്കെ ചില വീട്ടിൽ ഭയങ്കര കറ പിടിച്ചൊക്കെ നിൽക്കണ കാണാം. നമ്മൾ എങ്ങനെ കഴിയാലും അത് വൃത്തിയാവാത്തൊരു കണ്ടീഷനിലായിരിക്കും അത് ഉണ്ടാവുക. അങ്ങനെയൊക്കെ ആവണം എന്തുകൊണ്ടാണെന്നറിയോ, നമ്മൾ ഓരോ യൂസിലും അത് ശരിക്ക് കഴുകി വെക്കാത്തതുകൊണ്ടാണ്. അരിപ്പയൊക്കെ നമ്മൾ അരിച്ച് കഴിഞ്ഞിട്ട് ശരിക്കും അപ്പം തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു ടൂത്ത് ബ്രഷൊക്കെ വാങ്ങിയിട്ട് മാറ്റി വെച്ചാൽ ആ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചിട്ട്, കാരണം അത് കുഞ്ഞു കുഞ്ഞു ഓട്ടകളായിരിക്കുമല്ലോ, ആ ഓട്ടയ്ക്കകത്ത് ഈ ചായപ്പൊടിയുടെ കറയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അപ്പം തന്നെ ഇങ്ങോട്ട് കഴുകി കളഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കലോ അത് അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാനിത് ഒരു പ്രാവശ്യം കൂടെ സ്ക്രബ്ബർ വെച്ചിട്ട്, സ്ക്രബ്ബർ മീൻസ് ആ നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ അല്ല, സ്പഞ്ച് വെച്ചിട്ട് നമുക്കൊന്ന് ക്ലീൻ ആക്കി നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ പേസ്റ്റ് ആക്കിയിട്ട് ഒരു പഴയൊരു സ്പഞ്ചിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഉരക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഉരക്കുമ്പോൾ എനിക്ക് പേടിയാവുണ്ട് സത്യത്തിൽ. ഇത് സെൻറ്ററിൽ കൂടെ ഒരു പൊട്ട് ഇതിനുള്ളതുകൊണ്ട് ഇത് ഇനിയും കൂടുതൽ പൊട്ടി പോകുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. ഏതായാലും ഞാൻ പതുക്കെ, പിന്നെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാനും പാടില്ലല്ലോ, അപ്പോൾ ഞാൻ പതുക്കെ ഏതായാലും ഒന്ന് ഉരച്ചിങ്ങനെ നോക്കുന്നുണ്ട് ഇത് കറ എങ്ങാനും പോയി കിട്ടുമോ എന്നുള്ളത്. കാരണം എനിക്കത് കറ പിടിച്ചിട്ട് ഭയങ്കര വിഷമമുണ്ട്. കാരണം ഞാൻ കറ പിടിക്കാണ്ട് അങ്ങനെ ഡെയിലി നല്ല നീറ്റായിട്ട് കൊണ്ടു നടന്നിരുന്നതാണ് കേട്ടോ. ഇത് കുറേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. സത്യത്തിൽ ഈസി കുക്കിൻ്റെ ഞാൻ ഇപ്പോൾ പുതിയത് മേടിച്ചതല്ലേ, അത് യൂസ് ചെയ്ത് എനിക്ക് ശീലമായിട്ടില്ല. ഇതെനിക്ക് യൂസ് ചെയ്ത് നല്ല യൂസ്ഡ് ആയതുകൊണ്ട് നല്ല കംഫർട്ടബിൾ ആണ്. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ എളുപ്പം അതായിരിക്കും, നമ്മൾ പെട്ടെന്ന് പോകുക അതിമൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻഡക്ഷൻ കുക്കറാണ് കേട്ടോ ഇത്. കാരണം ഇതിപ്പോൾ എൻ്റെ കയ്യിലൊരു 2-3 വർഷമായി ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ എനിക്ക് ഇത് കറ പിടിക്കുന്ന ഇഷ്യൂ, പൊട്ടുന്ന ഇഷ്യൂ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ എന്താ പറയുക, പേസ്റ്റ് ഇങ്ങനെ ഞാൻ നനഞ്ഞ തുണി വെച്ചിട്ട് തുടക്കും തോറും പേസ്റ്റിൻ്റെ പാത അതിൽ വീണ്ടും വരിക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ നനച്ചിട്ട് നല്ല തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഏറെക്കുറെയൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി കിട്ടി കേട്ടോ. എന്നാലും ഫുള്ളായിട്ട് പഴയ പോലെ ക്ലീൻ ആയി ഞാൻ പറയൂല, എന്നാലും നന്നായിട്ട് കറ പോയി നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ക്ലീനിങ് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും എഫേർട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്നും പേസ്റ്റ് ഇട്ട് തുടക്കണം എന്ന് ഞാൻ പറയില്ല കേട്ടോ. എന്താ പറയുക, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് പേസ്റ്റൊക്കെ ആക്കിയിട്ട് തുടക്കുക. പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും ചായയോ മറ്റൊക്കെ ആയിട്ട് കറ പോയിട്ട് നിങ്ങൾ തുണി വെച്ച് തുടച്ചിട്ട് അത് പോകണില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ പേസ്റ്റ് വെച്ചിട്ട് അപ്പം തന്നെ ക്ലീൻ ആക്കുക. അങ്ങനെ കറ ആയി കഴിഞ്ഞാൽ പിന്നെ വെച്ചോണ്ടിരിക്കരുത്. അങ്ങനത്തെ സംഗതികളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്നും നിങ്ങളുടെ കിച്ചണിൽ നല്ല സുന്ദരി കുട്ടപ്പനായിട്ട് ഇത് ഇരിക്കുന്നുണ്ടാവും കേട്ടോ. ഇപ്പോൾ എനിക്ക് ഒരു 90% സാറ്റിസ്ഫാക്ഷൻ ഒക്കെ വന്നിട്ടുണ്ട് ഇത് ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോൾ. അത്യാവശ്യം നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചെറിയ കറയൊക്കെ ഉണ്ടെങ്കിലും മുന്നത്തെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് പൊട്ടാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇത് പൊട്ടാന്ന് പറഞ്ഞു തരട്ടെ. അതായത് ഇതിപ്പോൾ ഒരാളെ കയ്യിൽ നിന്ന് ഇൻഡക്ഷൻ കുക്കർ തട്ടി നിലത്തേക്കൊക്കെ വീഴുകയാണെങ്കിൽ ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. അത് പിന്നെ ഉറപ്പാണല്ലോ, ഇതിന്മേൽ ഗ്ലാസ് ആണുള്ളത്, അപ്പോൾ ഇത് പൊട്ടും. ഇനിയിപ്പോൾ വീഴാതെ തന്നെ ഇതെങ്ങനെയാണ് പൊട്ടുകയെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റൗവിൽ പാത്രങ്ങൾ യൂസ് ചെയ്യുന്ന പോലെ റഫായിട്ട് നമ്മൾ ഇതിന്മേൽ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പോൾ നമ്മൾ കുക്കറൊക്കെ ഇതിൽ വർക്ക് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റീലിൻ്റെ കുക്കർ, ഇരുമ്പിൻ്റെ പാത്രങ്ങൾ ഒക്കെ മാഗ്നറ്റിക് ഫീൽഡിൽ, അതായത് കാന്തം അട്രാക്ട് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഇതിൽ വർക്ക് ചെയ്യും. അപ്പോൾ സ്റ്റീൽ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇപ്പോഴത്തെ സ്റ്റീലൊക്കെ ഈ ഇരുമ്പും കൂടി മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ, അയണും കൂടി മിക്സ് ആയിട്ട് വരുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് സ്റ്റീലും ഇതിൽ വർക്കാവെന്ന് പറയാൻ കാരണം. അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ, കുക്കർ, അങ്ങനെയുള്ള കടായി കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കുമ്പം, ഇരുമ്പിൻ്റെ കടായി കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കുമ്പം ഇതിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതേപോലെ ദോശക്കല്ലൊക്കെ നമ്മൾ വെക്കൂലേ ഇരുമ്പിൻ്റെ, അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ വെക്കുമ്പം നമ്മൾ പിന്നെ എന്താ പറയുക, ഇത് റഫായിട്ട് നമ്മൾ സ്റ്റൗ എന്ന് പറഞ്ഞാൽ ഇത് ഗ്ലാസിൻ്റെ മേലേക്കല്ലല്ലോ നമ്മൾ കയറ്റി വെക്കുന്നത്. അപ്പോൾ സ്റ്റൗവിൻ്റെ മേലേക്ക് അങ്ങ് കയറ്റി വെക്കുന്ന പോലെ ഇതിൻ്റെ മേലേക്ക് കയറ്റി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും പൊട്ടാൻ സാധ്യത കൂടുതലാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. റഫ് യൂസിന് പറ്റൂല, റഫ് യൂസ് അങ്ങനെ ചെയ്യരുത് നമ്മൾ. കാരണം ഇത് ഗ്ലാസ് അല്ലേ, എത്ര കട്ടിയുള്ള ഗ്ലാസ് ആണ്, എങ്ങനെ ടഫനായിട്ടുള്ള ഗ്ലാസ് ആണെന്ന് പറഞ്ഞാലും ഗ്ലാസ് ആണല്ലോ. അപ്പോൾ അത് പൊട്ടാൻ സാധ്യതയുള്ളൊരു സാധനം ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല കെയർ ചെയ്ത്
ഉപയോഗിക്കണം. ഇപ്പം നമ്മൾ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ മൺപാത്രങ്ങൾ സ്റ്റീലിൻ്റെ ഉപയോഗിക്കണ പോലെ ഉപയോഗിക്കില്ലല്ലോ. എന്താ പറയുക, അത് നമ്മളൊന്ന് കെയർ ചെയ്തിട്ടാണ് മൺപാത്രങ്ങൾ ഉപയോഗിക്കുക. കാരണം നമുക്കറിയാം മൺപാത്രങ്ങൾ, ഗ്ലാസിൻ്റെ പാത്രങ്ങളൊക്കെ നമ്മൾ റഫ്യൂസ് ചെയ്താൽ പൊട്ടിപ്പോവും, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് വീണ് പോയാൽ പൊട്ടിപ്പോവും, അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് ചിലപ്പോൾ ഇതിപ്പോൾ ഒരു ക്രാക്ക് പോലെയല്ലേ നിങ്ങൾ കാണുന്നുള്ളൂ, പക്ഷേ ഇത് ശരിക്കും പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ക്രാക്ക് പോലെയൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് പൊട്ടിയ ഒരു സാധനമാണല്ലോ. അപ്പോൾ ഇത് കുഴപ്പമില്ല, ചെറിയൊരു ക്രാക്കല്ലേ ഉള്ളൂ, ചെറിയൊരു പൊട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ കരുതിയിട്ട് നിങ്ങളിത് യൂസ് ചെയ്യാൻ നിൽക്കരുത്. ഇത് ഓണാക്കി നോക്കുമ്പോൾ ചിലപ്പോൾ വർക്കാന്നൊക്കെ ഉണ്ടാകും. പക്ഷെ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഈ ഒരു പൊട്ടിയ ക്രാക്കിനകത്തു കൂടെ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. നിങ്ങളിപ്പോൾ തിളച്ച് ചിന്താതെ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പാത്രം ചൂടാകുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു മോയ്സ്ചർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വെള്ളം ഉണ്ടാവുമല്ലോ, പാത്രത്തിന് ചുറ്റും പാത്രത്തിൻ്റെ ഒരു വെള്ളം ഉണ്ടാവുമല്ലോ, ആ ആവിക്ക് ഉണ്ടാകുന്ന വെള്ളം. അപ്പം അതൊക്കെ ഇറങ്ങിയിട്ട് ഇത് ഈ ക്രാക്കിനുള്ളിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ട് ഈ ഉള്ളിൽ കേടുവരാനും അതുപോലെ ഷോർട്ട് സർക്യൂട്ട് ആവാൻ, തീപിടുത്തം ഉണ്ടാവാൻ, ഷോക്ക് അടിക്കാൻ ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കരുത്. അതുപോലെ നമ്മളിത് പൊട്ടിയതിന് ശേഷം വീണ്ടും ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പം ചെറിയൊരു ക്രാക്കായിട്ട് കാണുന്ന സാധനം വീണ്ടും കൂടുതൽ പൊട്ടി കൂടുതൽ അപകടങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല, ഇത് ചൂടാകുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്ന പാത്രങ്ങൾ വെക്കുമ്പോൾ അങ്ങനെയാണ്, ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് ഈ ഫുഡ് കുക്കാവുന്നതും ചൂടാവുന്നതും ഒക്കെ. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ആണ് അവിടെ വർക്കാവുന്നത്. അപ്പോൾ ആ ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ചൂടാവുക, അങ്ങനെയുള്ള സംഗതികളൊക്കെ ചിലപ്പോൾ കറക്റ്റായിട്ട് നടക്കണം എന്നില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ കറണ്ട് ചിലവാകാനും എന്താ പറയുക, അത് പെട്ടെന്ന് ചൂടാവാതെ കൂടുതൽ നമുക്ക് കറണ്ട് ബില്ലൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു അപകട സാധ്യതകളൊക്കെ നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്രാക്ക് വീഴുകയോ പൊട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളത് ഉപയോഗിക്കാൻ നിൽക്കരുത്. അത് നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കറക്റ്റ് ആ ഗ്ലാസ് റീപ്ലേസ് ചെയ്ത് നന്നാക്കിയതിന് ശേഷം മാത്രം നമ്മളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ പ്രശ്നം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇത് എവിടെ കൊണ്ടുപോയി നന്നാക്കണം എന്നറിയില്ല. ഇത് സത്യത്തിൽ ഇതുവരെ കേടുവരാത്തതുകൊണ്ട് ഇത് എവിടെ കൊണ്ടുപോയി നന്നാക്കേണ്ടതെന്ന് അറിയില്ല. ഇത് നന്നാക്കി തരുന്ന സ്ഥലം ഈ മലപ്പുറം, മഞ്ചേരി, കൊണ്ടോട്ടി ആ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് അവരുടെ നമ്പറോ ആ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസോ അഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം എനിക്കിതൊന്ന് നന്നാക്കി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ കയ്യിൽ ഈസി കുക്കിൻ്റെ മറ്റേ ഇൻഡക്ഷൻ കുക്കർ ഉണ്ടെങ്കിലും ഇതെൻ്റെ പൊന്നോമനയാണ്. ഇത് ഞാൻ കൂടുതൽ യൂസ് ചെയ്ത് എൻ്റെ ഒരു എന്താ പറയുക, അടിയന്തരാവസ്ഥ ഘട്ടത്തിലൊക്കെ എൻ്റെ കൂടെ നിന്നിട്ടുള്ള എന്നെ പട്ടിണിക്കിടാത്തൊരു സാധനമാണിത്. അതുകൊണ്ട് തന്നെ എനിക്കിത് എന്താ പറയുക, എങ്ങനെയെങ്കിലും നന്നാക്കി കൊണ്ടുവരണമെന്നുണ്ട്. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് എവിടെയാണ് നമ്മൾ നന്നാക്കുന്ന സ്ഥലം എന്ന് ഈ പറഞ്ഞ മഞ്ചേരി, കൊണ്ടോട്ടിയൊക്കെ, മലപ്പുറം അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ കുറച്ച് ദൂരെയാണെങ്കിലും എന്താ പറയുക, ഇങ്ങനെ ഈ അറിയുന്ന സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ ഈ ഒരു സാധനം ഇതുവരെ ഒരു മെയിൻ്റെനൻസ് വർക്കും എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടില്ല. ഞാൻ 2-3 വർഷം ഉപയോഗിച്ചിട്ടും ഒരു കംപ്ലൈൻറ്റും ഒക്കെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നന്നാക്കേണ്ടത് എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ അത് മാത്രമല്ല, ഇതിന് ഗ്യാരണ്ടി വാറണ്ടി പേപ്പറുകൾ അങ്ങനെയൊന്നുമില്ല. കാരണം ഇത് ഞാൻ വാങ്ങി വെച്ചിട്ട് കുറേ വർഷങ്ങളായി. അതായത് ഒരു 7-8 വർഷം മുന്നേ ആയിരിക്കും ഞാൻ ഈ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടാവുക. എൻ്റെ ഉപ്പ എനിക്ക് അന്ന് നമ്മൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആലോചിക്കുന്ന സമയത്ത് തന്നെ, വീട് പണിയൊക്കെ തറയൊക്കെ ഇട്ട് തുടങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഈ സംഗതികളൊക്കെ എനിക്കിത് ഇപ്പോൾ വാങ്ങിത്തരാൻ തുടങ്ങിയിട്ടുണ്ട്, ഇങ്ങനത്തെ ഓരോരോ സാധനങ്ങൾ. അപ്പോൾ അങ്ങനെ വാങ്ങി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഏത് ഷോപ്പിൽ നിന്നാണ് അന്ന് ഞാൻ വാങ്ങിച്ചത്, എവിടെ നിന്നാണ്, എനിക്ക് തോന്നുന്നത് കോട്ടക്കൽ എവിടെ നിന്നാണ് അത് വാങ്ങിച്ചതെന്നാണ്. അങ്ങനെ ഏത് സ്ഥലത്തു നിന്നാണ് വാങ്ങിച്ചത്, അതിൻ്റെ പേപ്പേഴ്സൊക്കെ എവിടെയാണ്, അതിൻ്റെ ബോക്സ് എവിടെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് കറക്റ്റ് വാങ്ങിച്ച ഷോപ്പിൽ കൊണ്ടുപോയി നന്നാക്കാന്ന് വെച്ചാൽ ആ ഷോപ്പ് ഏതാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. പല ഷോപ്പിൽ നിന്ന് പല സാധനങ്ങൾ വാങ്ങിയതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് എവിടെ നിന്നാണ് ഈ ഒരു ഗ്ലാസ് റീപ്ലേസ് ചെയ്ത് കിട്ടുക, നന്നാക്കി കിട്ടുക എന്ന് അറിയുമെങ്കിൽ നിങ്ങൾ ആ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് നല്ല വീഡിയോ ആണെന്ന് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ആ ഒരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇപ്പോൾ ഇത് ചൂട് കാരണം ഒരുപാട് സ്ഥലത്ത് കുട്ടികൾ പാമ്പ് കടിയേറ്റ് മരിക്കുക, വീടിൻ്റെ അകത്ത് വെച്ച് പാമ്പ് കടിക്കുക, അങ്ങനെയുള്ള കുറേ ഇഷ്യൂസൊക്കെ നമ്മൾ ന്യൂസിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. പ്രത്യേകിച്ച് ഇവിടുത്തെ പോലെ തന്നെ ഒരുപാട് ചെടികളും പച്ചപ്പൊക്കെ ഉള്ള വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ചൂടിൻ്റെ സമയത്ത് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ആരും ജനലും വാതിലൊക്കെ തുറന്നിട്ട് കിടക്കാണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ പാമ്പിനെ. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഒട്ടുമിക്ക വീഡിയോസിലും ഞാൻ പറയാറുണ്ട്, ഞാനങ്ങനെ ജനലൊന്നും തുറന്നിടുന്ന ആളല്ല എന്നുള്ളത്. അപ്പോൾ അത് ആ ഒരു കാര്യം നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു സീസണിലെങ്കിലും ശ്രദ്ധിക്കട്ടോ. ജനലൊക്കെ തുറന്നിട്ട് ഉറങ്ങാണ്ടിരിക്കുക, വാതിൽ തുറന്നിട്ട് ഉറങ്ങാണ്ടിരിക്കുക. ഉമ്മറപ്പടി ഇല്ലാത്തവരാണെങ്കിൽ പ്രത്യേകം വാതിലിൻ്റെ അടിയിൽ എന്തെങ്കിലും തുണിയൊക്കെ വെച്ചിട്ട് ഉറങ്ങുന്നതിന് മുന്നേ വീട്ടിനകത്തേക്കുള്ള എല്ലാ എൻട്രൻസുകളും ക്ലോസ് ചെയ്തിട്ടുണ്ട്, എല്ലാ ഗ്യാപ്പുകളും അടച്ചിട്ടുണ്ട് എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് തന്നെ നിങ്ങൾ കിടന്നുറങ്ങുക. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും
എല്ലാവർക്കും സമാധാനം സന്തോഷം മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക്